അസ്സലാമലൈക്കും, വെൽക്കം ടു സഗീസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്ത് തരും എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ ആളെയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു റോബോട്ട് ഉണ്ടായാൽ മതി കേട്ടോ. നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായി കിടക്കും. ഇനി നമ്മൾ പുറത്തായാലും നമുക്ക് പുറത്ത് നിന്നും വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാർപ്പറ്റിൽ മുകളിലൂടെയൊക്കെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഡസ്റ്റൊക്കെ വലിച്ചെടുക്കും. ഒപ്പം തന്നെ അത് നന്നായിട്ട് മോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ മുകളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇയാളെ കൊണ്ടുപോകട്ടെ. കാരണം ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, താഴത്തേക്കൊന്നും വീഴൂലത്. മുകളിൽ അവിടെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇയാളെ തുടക്കാൻ വിട്ടു കൊടുക്കാം. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നോളും. കാരണം താഴത്തേക്ക് ഇറങ്ങി പോരില്ല. ആകെ ഇതിനൊരു ഫോൾട്ട് ഉണ്ട്, അത് മാത്രമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡിബോട്ടിൻ്റെ മെയിൻ ഭാഗങ്ങൾ. അപ്പോൾ ഇതൊരു ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ മോപ്പ് ചെയ്യുമ്പോൾ മാത്രം, തുടയ്ക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി. ഇത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കട്ടെ. ഈ അലാസ്റ്റിക് കൊണ്ട് നമ്മൾ വലിച്ചെടുക്കണം. സർഫേസ് ഇതിൽ സ്റ്റിക്കായിട്ടുള്ളതാണ്. ഇത് നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം ഈ ബോർഡ് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബോർഡ് നമ്മൾ തുടക്കാൻ നേരത്ത് മാത്രം നമ്മൾ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീനിങ് ആണല്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടാങ്കാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കുപ്പിയിലൊക്കെ ആകുമ്പോൾ കറക്റ്റ്, അല്ലെങ്കിൽ ഒരു കുടിൽ പോലെ വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുപ്പി ഇങ്ങനെ ചെരുവെള്ളം അതിൽ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് അതിലേക്ക് വീണോളും വേണ്ട. ഇതാണ് നമ്മുടെ മെഷീൻ. ഇതിൽ ഇത് കൂടാണ്ട് ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്തതിൻ്റെ എല്ലാ ഡസ്റ്റുകളൊക്കെ വന്ന് ഇതിലാണ് വീഴുന്നത്. അപ്പോൾ തുറക്കേണ്ടതിന് ഒരു രീതി പ്രസ് ഓപ്പൺ അമർത്തി പിടിച്ചത് തുറന്നു വരും കേട്ടോ. അല്ലാണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല. രണ്ടുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുക. എല്ലാ പൊടിപടലങ്ങളും ഇതിലുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാതെ. അപ്പോൾ ഇതെപ്പോഴും ക്ലീൻ ചെയ്യേണ്ട, ഡസ്റ്റ് പൊട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഒരാഴ്ചയിലൊക്കെ നമുക്കതിന് കഴുകി വെച്ച് ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ എ സിയിൽ സ്പ്ലിറ്റ് എ സിയൊക്കെ കഴുകി ഉണക്കുന്ന പോലെ തന്നെയാണ് കേട്ടത്. ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും അത് കഴുകേണ്ട രീതിയിൽ. ഒരു ചെറിയൊരു സ്പ്ലിറ്റ് എ സിക്കുള്ള പോലത്തെയൊക്കെ തന്നെയാണ്, എല്ലാം നെറ്റ് പോലത്തെ. നമുക്ക് ഒരു സ്പെയറായിട്ട് അവർ തന്നിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ അത് ഇതാവുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരെണ്ണം സ്പെയറുണ്ട് കേട്ടോ. ഇത് വെക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ആൻറ്റി ഡ്രോപ്പ് സെൻസർ. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പറയും പ്ലീസ് ക്ലീൻ ദ സെൻസർ എന്ന് പറയും. അപ്പോൾ നമുക്കത് ഇതേപോലെ തന്നെ എന്തെങ്കിലും ടവലെടുത്തിട്ട് നമുക്കത് തുടയ്ക്കാവുന്നുള്ളൂ കേട്ടോ. 3-4 ഭാഗം കണ്ടില്ലേ, ഇപ്പോൾ തുടച്ചതാണ് അതിൻ്റെ സെൻസർ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതും ഈ ഭാഗത്തും ഇത് തുറക്കണം അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചത് പെട്ടെന്ന് ഓപ്പണായി വന്നോളും. ഇവിടെയൊക്കെ ഇങ്ങനെ മുടികളൊക്കെ ചുറ്റിപ്പിടിക്കും. പിന്നെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു നല്ല തുണി വെച്ചിട്ടൊക്കെ തുടക്കാം. അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട്, ചെറിയ ബ്രഷൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളവിടെയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇതാക്കണം. കഴിച്ച് വെള്ളം ഒഴിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് വെറ്റായിട്ടുള്ള ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതാക്കിയാൽ മതി കണ്ട. എന്നിട്ട് തുണിയോട് തുടച്ചെടുത്താൽ മതി. പിന്നെ മറ്റേ പാർട്സ് ഉണ്ടല്ലോ, ഡസ്റ്റിന് നേരത്തെ കാണിച്ച് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ശരിക്കും കണ്ട. പിന്നെ ഇതിൽ മുടി വടലുകളൊക്കെ ഒരു പ്രസ് ചെയ്ത് പിടിച്ചാൽ അതും നമുക്ക് ഓപ്പണായി കിട്ടും. പിന്നെ ഇതിൻ്റെ ആപ്പ് നമ്മുടെ മൊബൈലിലാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആപ്പ് വഴി നമുക്കിതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയും ഏത് ഷേപ്പ്, റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് വേണമെങ്കിൽ, അഡ്ജസ്റ്റ് ആണെങ്കിൽ ആ ഷേപ്പിലൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ചെന്നിട്ട് നമുക്ക് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതങ്ങോട്ട് പോയിക്കോളും. അതിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താണെങ്കിൽ, അതായത് ഓഫീസിലൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ, കാരണം നമ്മുടെ വീട്ടിലും വൈഫൈ കണക്ഷൻ വേണം, നമ്മുടെ മൊബൈലും വേണം. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണെങ്കിൽ എന്തായാലും ഇത് വർക്ക് ചെയ്തോളും. നമുക്ക് ഓഫീസിലിരുന്ന് നമുക്ക് പ്ലേ ചെയ്യാമെന്നുള്ളൂ. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ മോപ്പ് ചെയ്യണമെങ്കിൽ ടാങ്കിൽ വെള്ളം ഉണ്ടായിരിക്കണം. പിന്നെ മോപ്പിങ്ങിൻ്റെ ആ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ടാങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, മോപ്പിംഗ് ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ ക്ലീനിങ് നടന്നോളൂ കേട്ടോ. അപ്പോൾ അത് ഓൺ ചെയ്താൽ ക്ലീനിങ്, അത് ഡസ്റ്റ് അതിലേക്ക് വന്നോളും. അപ്പോൾ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ ഡസ്റ്റൊക്കെ പോന്നു കഴിഞ്ഞാലും ശരിക്കും വാക്യൂം ചെയ്തൊരു പ്രതീതിയാണ്. അപ്പോൾ നല്ല അതായത് നമ്മൾ വിചാരിക്കും വാക്യൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിചാരിക്കും ഇനി ഇതിന് തുടക്കണമെന്ന്. കാരണം അത്രയും ഒരു തരി പൊടി ഉണ്ടാവില്ല വീട്ടിൽ, അത്രയും ക്ലീനായിട്ടത് ക്ലീൻ ചെയ്ത് പോരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് രാത്രി തന്നെ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ വേണമെങ്കിൽ നമുക്ക് തുടച്ചാലും മതി കേട്ടോ.
അപ്പോൾ നമ്മൾ രാവിലെ നിൽക്കുമ്പോൾ തന്നെ മോപ്പിങ്ങും ചെയ്താൽ അല്ലെങ്കിൽ ഓഫീസിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ മടിയായിട്ട് നമ്മൾ ഇന്ന് വേണ്ട നാളെ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓൺ ചെയ്യാനും വിടും. കാരണം എന്താണ്, ക്ലീനായി കിടക്കണേ പെട്ടെന്നായിരിക്കും നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സുഖമായി. നമുക്കിന്ന് ഗസ്റ്റ് വരുമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട് നമുക്ക് ക്ലീനാക്കി ഇടാനായിട്ട് തന്നെത്താനെ പോയിക്കോളും. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വല്ല പെബിൾസൊക്കെ ഉള്ള കോട്ടയാടിലൊക്കെ പെബിൾസ് ഉണ്ടാവില്ലേ, അപ്പോൾ പെബിൾസിൽ ചെന്നാൽ അത് സ്ട്രക്കായി പോവും. പിന്നെ അതേപോലെ തന്നെ ക്ലോത്തോ സോക്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ കാണിക്കും ഇത് സ്ട്രക്കാണെന്ന് കാണിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ അതിങ്ങനെ ഉറക്കനെ പറയും ഇത് സ്ട്രക്കായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മളത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിനൊരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പേര് ഇതിന് കൊടുത്തിട്ടുണ്ട്, പാത്തു എന്നാണ് കേട്ടോ പേര് കൊടുത്തേക്കണം. അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയാണ്, പാത്തു ഈ സ്ട്രക്ക്, അല്ലെങ്കിൽ പറയും പ്ലീസ് ക്ലീൻ ദ മോപ്പ്. അപ്പോൾ നമ്മുടെ മൊബൈലിലും കാണാം പാത്തു എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവർ മൊബൈലിലും അത് എഴുതി കാണിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് ഉറക്കനത് പറയുന്നതും കേൾക്കാം കേട്ടോ. അപ്പോൾ കണ്ട എഡ്ജൊക്കെ തന്നെയാണെങ്കിൽ എഡ്ജ് എന്നെ ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ വളരെ ഉപകാരമായിട്ടുള്ളൊരൊന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം എത്ര നമ്മളത് ചെയ്യേണ്ട ആ മെത്തേഡുകളുടെ ഒരു പ്രശ്നമാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത്. പക്ഷെ അതിപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിവരം ഇട്ട് തന്നേക്കണത്. പിന്നെ കറണ്ടിൻ്റെ ചാർജ് ആണെങ്കിൽ എനിക്ക് സാധാരണ എന്താ ബില്ല് വരുന്നത് ആ ബില്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് മൊബൈൽ ചാർജറൊക്കെ നമ്മൾ എത്ര വരുന്ന അത്രയും കൂടിയും വന്നിട്ടുണ്ടാവില്ല, അത്രയും വന്നിട്ടുള്ളൂ കണ്ട. പിന്നെ ഇതിൻ്റെ ചാർജ് പോയാൽ തന്നെത്താനത് പോയിട്ട് ആ ചാർജിങ്ങിൻ്റെ അതിൻ്റെ ബോർഡിലേക്ക് പോയിരിക്കും കേട്ടോ. നമുക്ക് ആ ലൗഡറിലതിൻ്റെ വോളിയം കേൾക്കുകയും ചെയ്യാം അതെന്താ പറയാന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് പറയും പ്ലീസ് ക്ലീൻ ദ ക്ലീനിങ് ക്ലോത്ത് എന്ന്. അപ്പോൾ തന്നെ നമുക്ക് ആ ക്ലോത്ത് നമുക്കെടുത്തിട്ട് നമുക്കത് ക്ലീൻ എടുക്കുകയും ചെയ്യാം. കാരണം നമുക്കത് വലിച്ചെടുക്കാം. അതിങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കണത്, ഇങ്ങനെ അമർത്തി പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ താനിങ്ങ് പോരും. അപ്പോൾ നമുക്കത് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം, ഡസ്റ്റ് കളയുകയും ചെയ്യാം. അതവിടെ ചാർജിലിരുന്നോളും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബോർഡും വെക്കണമെന്നില്ല. പിന്നെ ആ ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത് കഴുകി ഉണക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ആ ക്ലോത്ത്. അപ്പോൾ അതൊരു സ്റ്റിക്കി ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ല. പിന്നെ ഇത് റൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും പ്ലീസ് ക്ലീൻ ദ സെൻസർ എന്ന് പറയുക. അവിടെ സ്റ്റോപ്പായിട്ടുണ്ടോ റൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സെൻസർ ഏതാണെന്ന്. അപ്പം ഒരു 3-4 ഭാഗത്ത് വരുന്നുണ്ട് സെൻസർ. അവിടെ നമുക്ക് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് നമുക്ക് തുടയ്ക്കാം. എന്നിട്ട് നമ്മൾ താഴെ വയ്ക്കുമ്പോൾ തന്നെ അത് റൺ ചെയ്തോളൂ കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ മതി, നമ്മുടെ മൊബൈലിൽ സ്റ്റാർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമ്പോൾ ആ ബട്ടൺ പോലെ കാണുന്നില്ല, ലൈറ്റ് പോലെ കാണുന്ന റൗണ്ടിൽ അതൊന്ന് അമർത്തി കൊടുത്താൽ അങ്ങനെ അത് റൺ ചെയ്തോളും കണ്ട. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ അവിടെയൊക്കെ നമുക്ക് തുറന്ന് വിടാമെന്നുള്ളതാണ്. കാരണം നമുക്ക് ധൈര്യമായിട്ട് പുറത്തിട്ടിട്ട് പോരാൻ. കാരണം അതൊട്ടും താഴത്തേക്ക് വീഴൂല. ആ എഡ്ജൊക്കെ അത് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്ത് അത് പോന്നോളും. അപ്പോൾ അതെല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് അത് സ്ലാൻഡിങ് ആയിട്ടും പിന്നെ ആ ഒരു ഭാഗം ഉടമ കൊടുത്തെങ്കിൽ ആ ഫുൾ ആ ഭാഗം അത് ക്ലീൻ ചെയ്ത് പോരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതാണ് കേട്ടോ അലക്സ പ്ലേ സൂറ യാസീൻ. Surah Yasin by Sheikh Abdul Rahman Al Sudais from Spotify. അൽഹംദുലില്ലാ, ഇതാണ് എൻ്റെ അലക്സ. ഇതെനിക്ക് ഓഫറിൽ, അതായത് ഈ ഡിബോട്ടിനോടൊപ്പം കിട്ടിയതാണ്. മൊത്തത്തിൽ എനിക്ക് 21,000 അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നിയറസ്റ്റ് 45,000 വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫറിൽ ആമസോണിൽ 21,000 എനിക്കിത് രണ്ടും കിട്ടിയത്. വാക്വം മോപ്പിംഗ് റോബോട്ട് പ്ലസ് നമ്മുടെ അലക്സയും കൂടി. അപ്പോൾ അലക്സ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് റിമൈൻഡർ, അലാറം, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഇഷ്ടപ്പെട്ട സൂറത്തുകൾ,
അപ്പോൾ അങ്ങനെ വളരെ ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അലക്സ എന്നും പറഞ്ഞ് നമ്മൾ എന്തും ചോദിക്കണം, എന്നാലേ അതിനുള്ള മറുപടി പെട്ടെന്ന് തന്നെ നമുക്ക് നൽകും എന്നുള്ളതാണ്. അതേപോലെ അലക്സ എന്ന് എത്ര ദൂരത്തുനിന്ന് നമ്മൾ പറഞ്ഞാലും അത് മറുപടി നൽകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആമസോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 2 പ്രൊഡക്റ്റുകളും വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇനി ലൈക്കും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദെൻ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.